നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായിട്ടുള്ള ഒരു പരാമർശം നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അബ്ദുൾ സാഹിബ് നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി തൗബ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ മിക്കവാറും മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു. ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല, വർഗീയത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഒരു ചർച്ച. എന്തായാലും ഇക്കാര്യം നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് വെച്ചു. അബ്ദുള്ള സാഹിബിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് സാർ അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം? അല്ല, താങ്കളുടെ ചോദ്യം അപൂർണ നടുവെന്നാ ചോദിച്ചത്. താങ്കൾ തോപ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് തോപ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ കാരണമായിരുന്നു താങ്കൾ ആദ്യം ഉയർത്തേണ്ടത്. അതായത് മോഹൻലാൽ ശബരിമലയിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയും മമ്മൂട്ടിക്ക് വേണ്ടിയും അവിടെ അതിന്റെ പൂജ നടത്തി. ആ നടത്തിയതിനെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് പറഞ്ഞിട്ടാണോ പൂജ നടത്തിയത്, അല്ല മോഹൻലാൽ തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഭാവി ശോഭനമാവട്ടെ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ചെയ്താണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താണെങ്കിൽ അതിലൊരു തെറ്റുമില്ല. ശബരിമല ശാസ്താവിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുകയും അദ്ദേഹം എല്ലാവിധ പാപങ്ങളും പൊറുക്കുന്ന ആളും നന്മകളും തിന്മകളൊക്കെ ചെയ്യാനൊക്കെ കഴിവുള്ള ശക്തിയൊക്കെയാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തിട്ടെങ്കിൽ അതിലൊരു തെറ്റില്ല. അദ്ദേഹത്തിന് വിശ്വാസം. ആ തെറ്റിനെ പറ്റി നമുക്ക് വേറെ ചർച്ച ചെയ്യാം, വേറെ ചെയ്യേണ്ടതല്ല. അതേ അവസരത്തിൽ മമ്മൂട്ടി അങ്ങനെ അതിനെ നേരെ വിപരീതമായി ദൈവത്തിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നന്മയും തിന്മയും ചെയ്യാറുള്ളൂ. അത് ഒരു മുസ്ലിം ആവണമെങ്കിൽ നന്മയും തിന്മയുമായ കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കലാണ്. അത് അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവസാനം പറയുന്ന ഒന്നാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ശബരിമല ശാസ്താവിന് നന്മ ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിന്മ ചെയ്യാൻ കഴിയുമെന്നും ആ സങ്കല്പത്തിന് തിന്മ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം മമ്മൂട്ടിക്ക് ഉണ്ടാവുകയും മമ്മൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വല്ലതും സമർപ്പിക്കാനോ മറ്റോ ചെയ്യാനോ പൂജിക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുമാറുള്ള ഭീമമായ ഒരു അബദ്ധമാണ്. അത് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തത്. അപ്പോൾ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അവിടെ പോയിട്ട് മോഹൻലാൽ ചെയ്തത് തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു കാര്യമാണ്. മോഹൻലാൽ ഇദ്ദേഹത്തിന് വേണ്ടി സ്വന്തം നിലക്ക് ചെയ്താണെങ്കിൽ തെറ്റില്ല. മമ്മൂട്ടി പറഞ്ഞിട്ടാണ് തെറ്റ് ചെയ്തതെങ്കിൽ തീർത്തും തെറ്റാണ്. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണെങ്കിലും അതിഭയങ്കരമായ തെറ്റാണ്. അദ്ദേഹം പശ്ചാത്തപിക്കണം. പിന്നെ മുസ്ലിം സമുദായത്തോട് പോരാൻ പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലുള്ള ഒരാൾ അത് ചെയ്താൽ അത് ഒരു വലിയൊരു സന്ദേശമാണ്. നമ്മൾ അള്ളാഹുവിനോട് പറയുന്നതൊക്കെ തന്നെ ശബരിമല ശാസ്താവിനോട് പറയാം എന്നൊരു മെസ്സേജാണ്. പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരൊക്കെ മൗനാലപിക്കാം. ഇത്തരം സന്ദർഭത്തിൽ അതൊക്കെ ഇന്ത്യയിൽ പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി തീരും എന്നൊക്കെ. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മറ്റു വിശ്വാസത്തിൽ കൊണ്ടുപോയി അലിയിപ്പിക്കലല്ല. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരോട് അതിനെപ്പറ്റി പറയുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുക, നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. അതാണ് സംഗതി.